പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ ആഗമനത്തിന് വേണ്ടി നാം ഒരുങ്ങുന്ന സക്കറിയായോടുള്ള അറിയിപ്പിന്റെ ഞായർ, യേശുവിന്റെ മുന്നോടിയായ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിന്റെ ഞായറാണിന്ന്. ഈ ദിവസത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സക്കറിയ എലിസബത്ത് ദമ്പതികൾ, അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. കുറ്റമറ്റവരായി ജീവിച്ചിരുന്നിട്ടും അവർക്ക് മക്കളില്ല. അന്നത്തെ കാലത്ത് മക്കളില്ലാത്തത് ദൈവശാപം, ദൈവകോപമായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷെ ഇവർ ദൈവ തിരുമുൻപിൽ കുറ്റമറ്റവരായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം ഈ അനുഗ്രഹം, സന്താന സൗഭാഗ്യം അവർക്ക് നൽകിയില്ല എന്ന് നാം ചിന്തിച്ചേക്കാം. തുടർന്ന് തിരുവചനം പറയുന്നു, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരും. വന്ധ്യയായ എലിസബത്തിന് പ്രായമായ സക്കറിയായിൽ നിന്ന് ഇനി ഒരു കുഞ്ഞ് ജനിക്കുക മാനുഷികമായി പറഞ്ഞാൽ അസാധ്യമാണ്. ഈ സാഹചര്യം പറഞ്ഞു വെച്ചിട്ട് അടുത്ത് പറയുകയാണ്, തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എന്താണ് സക്കറിയയുടെ പ്രാർത്ഥന? ദൈവമേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് സക്കറിയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ ദൈവദൂതൻ അറിയിക്കുന്നത്, കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. ദൈവം അറിയിച്ച ഈ കാര്യം പൂർണ്ണമായി വിശ്വസിക്കാതെ സക്കറിയ ദൂതനോട് ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളും. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ മംഗളവാർത്ത, ദൈവത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ദൂതനാണ് ഗബ്രിയേൽ മാലാഖ. പരിശുദ്ധ അമ്മയോടും ദൈവദൂത അറിയിച്ചത് ഗബ്രിയേൽ മാലാഖയാണല്ലോ. ഈ മംഗളവാർത്ത അഥവാ സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, സക്കറിയ ഈ പ്രായത്തിൽ ഇനി ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ല. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകുമെന്ന് പറഞ്ഞപ്പോൾ സക്കറിയ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം സക്കറിയ ഒരു പുരോഹിതനാണ്. കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് ദൂതനെ ദൈവം അയക്കുമെന്നുള്ള അനേകം തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലുമെല്ലാം ഇതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൽ സക്കറിയ പുരോഹിതൻ എന്ന നിലയിൽ ഇതെല്ലാം അറിയേണ്ടതായിരുന്നു.
പക്ഷേ യഥാകാലം നിറവേറേണ്ട ദൈവദൂതന്റെ വാക്കുകൾ അവിശ്വസിച്ചതുകൊണ്ട് സക്കറിയ മൂകനായി തീരുമെന്ന്. ജനം കാത്തു നിൽക്കുകയായിരുന്നു സക്കറിയ പുറത്തിറങ്ങി വരാൻ. വൈകുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് ജനം നിൽക്കെ സക്കറിയ ഊമനായി പുറത്തു വന്ന ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. 24 വാക്യം മുതൽ, താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. എലിസബത്ത് സക്കറിയ ദമ്പതികൾ ദൈവത്തിന്റെ മുമ്പിൽ കുറ്റമറ്റവരായി ജീവിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകിയില്ല? എന്നാൽ ദൈവം അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് മനുഷ്യർക്ക് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായ സാഹചര്യത്തിൽ ദൈവം ഇടപെട്ടു. 2 പ്രധാനപ്പെട്ട ചിന്തകൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയാക്കി മാറ്റും, എല്ലാം നന്മയ്ക്കായി ചെയ്യും. അപ്പോൾ ഇവർക്ക് കുഞ്ഞിനെ നൽകാതിരുന്നതും ദൈവം നന്മയാണ് ചെയ്തത്. മാത്രമല്ല, ഇത് ഉപരി നന്മയ്ക്കായുള്ള ഒരു മാറ്റിവെക്കലായിരുന്നു. എലിസബത്തിനെയും സക്കറിയായെയും സംബന്ധിച്ചിടത്തോളം ഉപരി നന്മയ്ക്കായുള്ള ഒരു മാറ്റിവെക്കൽ. മാത്രമല്ല, ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനായുള്ള ഒരു മാറ്റിവെക്കലും. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികളോട് ഇടപെടുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നിരസിച്ചാലും അത് ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലിനുള്ള അവസരമായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ വിശ്വാസ ചൈതന്യത്തോടെ നമുക്ക് സമർപ്പിക്കാം കർത്താവിന്റെ കരങ്ങളിൽ. അങ്ങനെയെങ്കിൽ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റാൻ കഴിയും. സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിന്റെ ഈ സന്തോഷകരമായ സദ്വാർത്ത, ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കാം, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ കൂടുതലായി അങ്ങയോട് അടുക്കുവാൻ, ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അടുത്തറിയാൻ, ദൈവത്തിന്റെ തിരുമനസ്സനുസരിച്ച് ജീവിക്കാൻ, ഞങ്ങളുടെ ക്ലേശങ്ങൾ പോലും അങ്ങയുടെ രക്ഷാകരമായ ഇടപെടലിന്റെ അവസരങ്ങളായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയെ ഉപരിയായി മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ പോലും ഞങ്ങളുടെ ഉപരി നന്മയ്ക്കുള്ള മാർഗങ്ങളാക്കി മാറ്റുവാൻ നല്ല നാഥ അങ്ങ് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തെ പഴയ നിയമ വായനകളും പുതിയ നിയമത്തിലെ ലേഖനത്തിലെ വായനകളും നമ്മളെ ഈ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് പ്രധാനമായും 2 കാര്യങ്ങളിലേക്ക്. ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വഴി. 2, ജനത്തിന്റെ കാത്തിരിപ്പിന്റെ, വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. നമുക്ക് ഈ സക്കറിയായോടുള്ള അറിയിപ്പിന്റെ ദിനത്തിൽ ദൈവം സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത ഈ വലിയ അനുഗ്രഹം അവരുടെ ജീവിതം കർത്താവിന്റെ വരവിന് വഴിയൊരുക്കാനുള്ള ഒരു ജീവിതമായി മാറിയതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കുന്ന ജീവിതങ്ങളായി തീരാൻ, നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തിന് വഴിയൊരുക്കാൻ തക്കവിധം നമ്മൾ സജ്ജീകൃതരാകാൻ, ആഴമായ ദൈവാനുഭവത്തിലേക്ക് വളരാൻ, ദൈവജ്ഞാന ചൈതന്യത്തിൽ നിറഞ്ഞ് ദൈവത്തിന്റെ തിരുമനസ്സറിഞ്ഞ് അത് നിറവേറ്റി ജീവിക്കുന്ന മക്കളായി തീരാൻ, അതിന് കൂടുതലായി വചനത്തിന്റെ പൊരുളറിയാൻ തിരുമുൻപിൽ ധ്യാനിക്കണം, ദൈവമഹത്വം ദർശിക്കാൻ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ വളർന്ന് ദൈവമഹത്വം ദർശിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ഇതിനായി നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തിൽ വളർന്ന് ദൈവമഹത്വം ദർശിക്കാൻ, അങ്ങനെ കർത്താവ് നൽകുന്ന ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ, വിശ്വാസമെന്ന പാതയിലൂടെ ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് അവിടുത്തെ ശക്തമായ കരത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് കാണാൻ തക്ക വിധം അങ്ങിൽ വിശ്വാസം അർപ്പിച്ച് കാത്തിരിക്കാം. കർത്താവ് മർത്തയോട് പറഞ്ഞതുപോലെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നമുക്ക് ദൈവമഹത്വം ദർശിക്കാൻ ഇടവരട്ടെ. ഉപരി നന്മയ്ക്കായുള്ള മാറ്റിവെക്കലിൽ പ്രത്യാശയോടെ ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനു വേണ്ടി ജീവിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമം മഹത്വപ്പെടാനും അവിടുത്തെ തിരുരാജ്യം വരാനും അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകാനും, അങ്ങനെ നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കാനും, ഈ ആഗമന കാലത്ത്, ഈ വചനിപ്പ് കാലത്ത് ആ പുനരാഗമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനും
വലിയൊരു ഇമ്മാനുവേൽ അനുഭവത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് നയിക്കാൻ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. ധ്യാനപൂർവ്വം തിരുമുൻപിൽ നമുക്ക് സമർപ്പിക്കാം. മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ ഈ വചനഭാഗങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട്, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.